നമസ്കാരം, ഇവിടെ സൂപ്പർ സാറാണ്. നമ്മള് കീം റാങ്ക് ലിസ്റ്റിന്റെ പബ്ലിഷിംഗ് ഡേറ്റ് എന്നാന്ന് ആർക്കുമേ അറിയാതെ ഇതിങ്ങനെ പിടിതരാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ചർച്ചയായിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിലൊക്കെ ഇതിനെക്കുറിച്ച് നല്ലൊരു ചർച്ച വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ്, മനോരമ ഇങ്ങനെയുള്ളിടത്തൊക്കെ ഞാനിപ്പോൾ മിക്കവാറും അത് കാണുന്നുണ്ട്. അപ്പൊ ഇത് അത്രയ്ക്ക് ഗൗരവമേറിയൊരു കാര്യമായിട്ട് ഇപ്പോഴാണ് അവർക്കൊക്കെ എത്തിയത്. എന്തായാലും ഇന്ന് അതിന് മന്ത്രിസഭാ യോഗത്തിൽ അതിനെക്കുറിച്ച് ചെറിയൊരു ചർച്ച വരുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ആഴ്ച ഇതിനൊരു സമാധാനം ഉണ്ടാവണം, ഇല്ലെങ്കിൽ ആകെ ഒരു പ്രോബ്ലമാണ്. ഇനി ഇന്നത്തെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ വർഷം ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിൽ ചേഞ്ച് ഉണ്ടാക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിപ്രായമായിട്ട് പോസ്റ്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഈ വർഷം കൂടി കഴിഞ്ഞ വർഷം വരെ ഉള്ള രീതിയിൽ കൂടെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങളായിരിക്കും കുട്ടികളുടെ ഒത്തിരി മാർക്ക് പോകുന്നുണ്ടല്ലോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഉണ്ട്. ശരിയാണ്, പ്രശ്നമുണ്ട്, ഇല്ലെന്നല്ല. ഈ വർഷം കൂടി അങ്ങനെ അങ്ങ് പോകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് മറ്റുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതയാണ്. ഇല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു പുതിയ സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ സൈറ്റിൽ ഇപ്പൊ പഴയ രീതിയിൽ കൂടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെയുള്ള പുതിയ സൈറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുള്ളതായിരിക്കാം. ആ ചേഞ്ച് എന്തുമാത്രം എങ്ങനെയാണെന്നുള്ളത് ആർക്കുമേ അറിയില്ല. അത് കറക്റ്റായിട്ട് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഇനി രണ്ടാമത്, ഇതെല്ലാം നമ്മൾ മാർക്കറ്റിൽ അപ്ലോഡ് ചെയ്ത പുതിയ രീതിയിൽ കൂടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു കുഴപ്പങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആരെങ്കിലും ഒരു കേസ് പോലും കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇത് പിന്നെയും വിവാദത്തിലായി ലേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കാനുള്ള സാധ്യത. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ ആണെങ്കിൽ ഈ വർഷം കൂടെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കൂടെ തന്നെ നമുക്കതങ്ങ് എല്ലാവരും വലിയ പരിക്കേടില്ലാതെ അങ്ങ് സമ്മതിച്ചു പോകും. ഇതാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം. എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പേരിൽ അങ്ങ് കിടക്കും. പിന്നെ റാങ്ക് ലിസ്റ്റ് ഉടനെ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവാം. ഇല്ലെങ്കിൽ അത് ആരെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള രീതിയിൽ കൂടെ മാറ്റിയാൽ അത് പ്രശ്നം. എല്ലാം കൊണ്ടും തൊല്ലയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയപടി തന്നെയായിരിക്കും നല്ലത്. ഇനി ഈ വർഷം നമ്മുടെ ഈ 5 അംഗ വിദഗ്ധ സമിതി ഇതിനെക്കുറിച്ചുള്ള പഠിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് പറഞ്ഞത്. അത് ഞാൻ പറയുന്നത് അടുത്തൊരു വർഷം കൊണ്ട് എല്ലാവരെയും ഒന്ന് സമാധാനിപ്പിച്ച് എല്ലാവരെയും ഒന്ന് അറിയിച്ചിട്ട് ഇങ്ങനെയൊക്കെയാന്ന് അറിയിച്ചിട്ട് അടുത്ത വർഷമാണെങ്കിൽ അതൊരു നല്ലൊരു രീതിയിൽ കൂടെ അടുത്ത വർഷം പബ്ലിഷ് ചെയ്യാം. അതായിരിക്കും ഈ വർഷത്തെ നല്ലതിനും അടുത്ത വർഷങ്ങളിലേക്കുള്ള നല്ലതിനുമുള്ള ഒരു തീരുമാനം. അങ്ങനെ വരുന്നതായിരിക്കും എൻ്റെ അഭിപ്രായം. അപ്പൊ എന്തായാലും ഇത് ലേറ്റായി. ഇനി ഇത് ലേറ്റായി നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലേറ്റ് ആകുന്നതോറും നിങ്ങളുടെ ക്ലാസ് തുടങ്ങാനും ലേറ്റാവും. ക്ലാസ് തുടങ്ങാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഒക്കെ വെച്ച് ഈ ഒരു വർഷത്തേത് വളരെ സ്പീഡിലും വളരെ ഷോർട്ട് ടൈമിലായിരിക്കും പഠിപ്പിച്ചു തീർക്കുന്നത്. അതിന്റെ പേര് കുട്ടികൾക്ക് തന്നെ മുഴുവൻ പഠിച്ചെഴുതാനുള്ള ഒരു രീതി കൂടെ വരാൻ സാധ്യതയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. കുട്ടികൾക്ക് ഇതിന്റെ പേരിൽ കുറെ അരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് പരിഹരിക്കണമല്ലോ. തോറ്റുപോയി കഴിഞ്ഞാൽ എഴുതണ്ടേ, എഴുതി ജയിക്കണ്ടേ. അപ്പൊ അതൊക്കെ ഒത്തിരി പ്രോബ്ലംസുകളാണ് ഇതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഈ ആഴ്ച കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അവരിത് നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആകെ ഇതൊരു വലിയൊരു ബഹളത്തിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും കാത്തിരിക്കുക. എന്തെങ്കിലും ന്യൂസ് വന്നാൽ നമ്മൾ ഉടൻ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റിസൾട്ട് അടിപൊളിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.